ഇന്ന് രാവിലെ തന്നെ ചായക്ക് പകരം പഴങ്കഞ്ഞിയാണ്. ഇന്നലെ പൊതിച്ചോറുണ്ടാക്കിയപ്പോൾ കുറച്ച് കറികളൊക്കെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്രവാസികൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കുടിക്കാനോ വലിയ താല്പര്യമൊന്നും കാണില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ തോന്നും പഴങ്കഞ്ഞിയൊക്കെ കിട്ടിയാൽ കുടിക്കായിരുന്നു എന്ന്. പിന്നെ അതിൻ്റെ കൂടെ നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്നലെ കറികളിൽ ബാക്കിയായത് മോരുകറിയും പിന്നെ അതുപോലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും. പഴങ്കഞ്ഞിയിലേക്ക് ഈ കറികളൊക്കെ തന്നെ ധാരാളം. ആ മോരുകറിയും പിന്നെ അതുപോലെ അച്ചാറൊക്കെ ആ പുളിയും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കും പഴങ്കഞ്ഞി ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്തിട്ട് എല്ലാ കറികളും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ അത് നല്ലപോലെ കുഴച്ച് കഴിക്കണം, എന്നാലേ ആ ഫീല് കിട്ടുള്ളൂ. സംഭവം ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രവാസികളായിട്ടുള്ളവർ ഇതുപോലെ പഴങ്കഞ്ഞി കഴിക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കൂടെ ഒരു കൊണ്ടാട്ടമുളകോ അല്ലെങ്കിൽ കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.